അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറി വെച്ചാലോ? ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ചിക്കൻ കറി ഒന്നുകൂടെ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കാറില്ല. എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ചേഞ്ചസ് ഞാൻ വരുത്താറുണ്ട്. അപ്പോൾ ഇത് അതുപോലത്തെ ഒരു റെസിപ്പിയാണ്. കുറച്ച് നെയ്യിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്ന പാകത്തിനാക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കഴുകി വെച്ച ചിക്കനെ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്നിട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ അതിലേക്ക് ചുറ്റിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാൻ നോക്കുക. അത് വെന്ത് വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് സവോള ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് അധികം സവോള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേന് സവോളയുടെയും ഈ ചിക്കൻ്റെയും വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടാവും. അപ്പം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ 2 തക്കാളിയാണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ കുറച്ച് പൊടിയുടെ അളവ് കുറഞ്ഞു പോയി. അപ്പോൾ രണ്ടാമതൊന്നുകൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിലേക്ക് സംഭവത്തിനെ എത്തിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് നിങ്ങൾ പൊടി നോക്കിയിടുക. എന്നിട്ട് അതിനകത്തേക്ക് നല്ല പുളിയുള്ള തൈര് 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നല്ല തള വന്നു കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് നമുക്കൊരു 4-5 പച്ചമുളക് കീറിയത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കസ്തൂരി മേത്തി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് 1 സ്പൂൺ നെയ്യിട്ട് മൂടി വയ്ക്കുക. അപ്പം അത് കഴിയുമ്പോഴത്തേന് ഈ പരിപാടിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.